അവൻ എന്റെ കൂടാരത്തിൽ വസിക്കുക എന്നാൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക, കൂടെ വസിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് എവിടെ ആയാലും നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് നമുക്ക് ഏത് രാജ്യത്തിലും ഏത് ദേശത്തും ഏത് കുടുംബത്തിലും ഏതവസ്ഥയിലും നമുക്ക് ആയിരിക്കാൻ സാധിക്കും. സാധിക്കോ? സാധിക്കണം അല്ലേ? അതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു കെട്ടുറപ്പ്. രണ്ടാമത്തെ വചനം, കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്ന ഓരോരുത്തരെയും ആരൊക്കെ കാണുന്നുണ്ട്? അങ്ങനെ പറയുന്ന കർത്താവിനോട്, നമ്മുടെ ദൈവത്തോട്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് ഞാൻ പറയുകയാണ്. അപ്പോ പറയുന്ന അവസ്ഥകളില് ആരെല്ലാം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ആത്മാവ്, പരിശുദ്ധ അമ്മ, വിശുദ്ധര്, മാലാഖമാര്. അവരോടൊപ്പം തന്നെ പിശാചു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അതെ അതെ. എല്ലാം കൃത്യമായിട്ട് പിശാചിന് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് നിലകൊള്ളുന്ന ഓരോ വ്യക്തിയെയും പിശാചിനറിയാം. അപ്പൊ അവനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ വലിയൊരു ഉദ്യമം. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മള് അള്ളിപ്പിടിച്ചിരിക്കുന്ന എന്തിനെയാണോ അതിനെ പിടിച്ചു മാറ്റാനായിട്ടാണ് പിശാച് നോക്കുന്നത്. പക്ഷെ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, എന്റെ കർത്താവായ ദൈവത്തോട് എന്ത് പറയുന്ന പറയണത്? എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോ പരാജയത്തിലേക്ക് പോകുന്നത് ദുഷ്ടന്റെ എല്ലാ പ്രവൃത്തികളുമാണ് അല്ലെ. വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞെന്താണ്? നീ ആ ചിത്രത്തിന് താഴെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഞാൻ അങ്ങയിൽ, ദൈവമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു എന്നാണ് എഴുതി വെക്കുന്നത്. ഇങ്ങനെയാണ് ഈ വചനത്തിന്റെ എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അങ്ങനെ പറയണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരാഗ്രഹമാണ്. അങ്ങനെ പറയുമ്പോ വെറുതെ പറയുന്നതാണോ? അധരം കൊണ്ട് വെറുതെ പറയുന്നതല്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് പറയുന്നതില് അതിന്റെ ഒരു പ്രത്യേകതയും അതിന്റെ ഒരു ശക്തിയും ഒക്കെ ദൈവത്തിന് അറിയാം. നമ്മള് നിസ്സഹായ അവസ്ഥയിൽ വേദനയിലൊക്കെ പറയുമ്പോ അതിന്റെ പവർ, അതിന്റെ ശക്തി പുറപ്പെടുവിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. അപ്പൊ നമ്മള് വെറുതെ പറഞ്ഞാൽ മതി. ഇത് വെറുതെ ആണെങ്കിലും വിശ്വസിച്ചുകൊണ്ട് പറയണം അല്ലെ. വെറുതെ വിശ്വസിച്ചാൽ മതി. വെറുതെ എന്ന് പറഞ്ഞാല് നമ്മള് കഠിനമായി അധ്വാനിക്കണ്ട. നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന വലിയൊരു ജോലി എന്ന് പറയുന്നത്. വലിയൊരു ഭാരപ്പെട്ട അവസ്ഥയാണോ? കേക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? എന്താ ഞാൻ പറഞ്ഞത് ഇപ്പോ? ജോലി എന്ന് പറയുന്നത് ഭാരപ്പെട്ട അവസ്ഥയാണ്. എന്താണ് ജോലി ഭാരപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാല്, അതായത് എന്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നത് ഭാരപ്പെട്ട ജോലിയാണോന്ന്? അല്ല. പിന്നെ എന്താ പ്രയാസം പറയാൻ നമുക്കൊക്കെ അല്ലെ? നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, നമ്മുടെ സമൂഹങ്ങളിൽ ഇത് വലിയൊരു ഭാരപ്പെട്ട ഒരു അവസ്ഥയാക്കി മാറ്റുന്നതിന്റെ കാരണം എന്താണ്? ഇതെന്തോ ഒരു വലിയ അതിനോടൊരു കമ്മിറ്റഡ് ആകാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങള് ഇന്ന് തന്നെ അത് പൂർത്തീകരിക്കുവാൻ വിശ്വസ്തയോടുകൂടെ അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള ഒരു വിശ്വസ്തമായ എന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല അല്ലെ. നമ്മളുടെ ജ്ഞാനസ്നാനം മുതൽ ഉള്ള പ്രതിജ്ഞകള് ഇന്ന് വരെ നടത്തിക്കൊണ്ടു പോയിട്ടുള്ള ഓരോ പ്രവൃത്തികൾ എത്രത്തോളം അതില് ഫലപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മള് പറഞ്ഞതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാത്ത ആൾക്കാരാണെന്ന് ആരുടെ മുമ്പിലാ തെളിയിക്കുന്നത്? ദൈവത്തിന്റെ മുമ്പിൽ.
രാജന്റെ മുമ്പിൽ. ദൈവത്തിന്റെ മുമ്പിലും പിശാചിന്റെ മുമ്പിലും നമ്മൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അല്ലെ? അതെ അതെ ഇങ്ങനെ ഓരോ തെളിവുകളുണ്ട് അവന് നിരത്തി വെക്കാനായിട്ട്. ദൈവം ഇത് കണ്ടുകൊണ്ട് നമ്മളോട് അതിന്റെ മേലുള്ള മേഖലകളെ കുറിച്ച് ദൈവം പ്രതികരിക്കാത്തത് കൊണ്ട് നമ്മൾ അതൊരു ആസ് യൂഷ്വൽ മൈൻഡ് എടുക്കുന്നു, ഒരു സർവ്വസാധാരണമായ അവസ്ഥയിൽ എടുക്കുന്നത്. പക്ഷെ പിശാച് അതിനെ അങ്ങനെയല്ല എടുക്കുന്നത്. എന്താ എടുക്കുന്നത്? അവൻ അതിൽ കയറി പണിയും. അതിൽ കയറി ഭരിക്കും. നമ്മുടെ ഹൃദയത്തെ അവകാശമായി അവൻ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ആത്മീയതയെ, നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയെ, എല്ലാ മേഖലകളിലും അവന് ഓപ്പൺ എൻട്രി ആയി കഴിഞ്ഞു. അല്ലെ? പറഞ്ഞത് പ്രവർത്തിക്കാത്ത ഒരു വലിയൊരു ഭക്തസമൂഹമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. അല്ലെ? പറയുന്നത് എന്തെങ്കിലും വ്യക്തമായ ശുദ്ധ മനസ്സോടുകൂടി, അല്ലെങ്കിൽ അത് നിറവേറ്റണം, അതിൽ നിലനിൽക്കണമെന്ന് ഒരു ആൾക്കും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഇപ്പോ ജ്ഞാനസ്നാനം എന്ന കൂദാശയിൽ ഒത്തിരി പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ഥൈര്യലേപനം, ആദ്യ കുർബാന സ്വീകരണം, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, വിവാഹം എന്ന കൂദാശ, തിരുപ്പട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ലേ? അതായത് ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം എനിക്ക് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വസ്ത്രം ഉടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നഗ്നത മറ്റുള്ളവര് കാണാതിരിക്കാനാണ്. അല്ലേ? അത് അങ്ങനെ ആവുന്നത് ഒരു അപകടകരമായ അവസ്ഥ, പാപത്തിന് ഉതപ്പ് നൽകുന്നതാണ്. എന്നാല് നമ്മുടെ പാപത്തിന്റെ മേഖലകളിലുള്ള ഉടുപ്പുകള് നമ്മള് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ധരിച്ചുകൊണ്ടിരിക്കും പാപത്തിന്റെ ഉടുപ്പുകൾ. അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രന്റെ മേൽ കനിയണമേ എന്ന് പറഞ്ഞ് അന്ധകനായ ബർത്തമിയൂസ് വസ്ത്രം ഉരിഞ്ഞു മാറ്റി എന്ന് പറയുന്നത്. പഴയ വസ്ത്രം ഉരിഞ്ഞു മാറ്റി പുതിയ വസ്ത്രം, അതായത് യേശുക്രിസ്തു ആകുന്ന പുതിയ വസ്ത്രത്തെ ധരിക്കണമെങ്കിൽ പഴയതിനെ നമ്മള് മനഃപൂർവ്വം എന്ത് ചെയ്യണം? വെറുതെ മാറ്റുകയല്ല. വെറുതെ മാറ്റുമ്പോൾ നമുക്ക് പിന്നെയും എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. വെറുത്തുപേക്ഷിക്കണം. അല്ലേ? വെറുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എനിക്കൊരാളോട് ഭയങ്കര വെറുപ്പാണ്, ഞാൻ പക്ഷെ അയാളെ കാണുമ്പോ നോക്കി ചിരിക്കല്ല, അയാൾ കണ്ടാ ഞാൻ വേറെ വഴിക്ക് പോകൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പാപത്തോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്താണ്? അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിനോട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ? നമുക്കൊരു വ്യക്തിയോട് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്, പക്ഷെ പാപത്തോട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ഈ സങ്കേതം എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയണൊക്കെ വെറുതെ പറയുന്നതാണെന്ന് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ലോകത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും പിശാചിന്റെ മുമ്പിലും ഒക്കെ നമ്മള് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലേ? അപ്പോ അവിടെ വരുന്ന അപകടകരമായ അവസ്ഥയെ നമ്മള് തിരിച്ചറിയണം. വെറുതെ പറയുന്നതെല്ലാം അപകടകരമാണ്. മനസ്സിലായോ? വെറുതെ പറയുന്നതെല്ലാം ഒരിക്കല് എനിക്ക് ഭയങ്കര തൊണ്ടവേദന വന്നു ഒരു പെരുന്നാളിന് തൊട്ട് കുറച്ച് നാൾക്ക് മുമ്പായിട്ട്. അപ്പൊ എന്നോട് എപ്പോഴും ഹസ്ബൻഡ് ഓന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലുപിടിക്കും, വെറുതെ ആണെങ്കിൽ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയെങ്കിൽ എനിക്ക് തിരിച്ചൊന്നും പറയണ്ടല്ലോ എന്നോർത്തു. ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതാണ്. കർത്താവ് ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് എനിക്ക് പള്ളിപ്പെരുന്നാളിന്റെ പ്രാക്ടീസിനൊക്കെ അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു. പെരുന്നാൾ വന്നപ്പോ വാ തുറക്കാൻ പറ്റണില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർ ഒരു തരത്തിൽ സമ്മതിക്കണില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്ക്, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോഴും കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണേ, അതുപോലെ ശബ്ദമേ ഇല്ല, കാറ്റ് മാത്രം, വെറും കാറ്റ് മാത്രമേ വന്നുള്ളൂ. ഞാൻ എത്ര കിടന്ന് മരുന്ന് കഴിച്ചാലൊന്നും നിങ്ങൾക്ക് മാറൂല, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. എന്റെ ശബ്ദം മുഴുവനും പോയി. ഒരാഴ്ചയോളം ശബ്ദം ഇല്ലാണ്ട് നിൽക്കേണ്ടി വന്നു. എന്ത് ചെയ്താ? ഞാൻ വെറുതെ പറഞ്ഞതാ, എന്റെ ശബ്ദം ഒന്ന് പോയെങ്കിലോ എന്ന്. മനസ്സിലായോ? ശബ്ദം പോയപ്പോ ഞാൻ കിടന്ന്
വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്തിട്ട മീനെ പോലെ കിടന്ന് പിടക്കണായിരുന്നു. നമ്മള് പറയുന്ന ഓരോ വാക്കിനും ആര് വിലയുണ്ട്. ഓരോ വാക്കുകളും ദൈവത്തിന്റെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതിന് പണി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഞാൻ കണ്ടുപിടിക്കും. ദൈവത്തോട് അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും പറയൂല, കാരണം കർത്താവ് ചിലപ്പോ കറക്റ്റ് സമയത്ത് പണി തന്നാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്നും ചിന്തിക്കുന്നത് എന്താണെന്നും വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ വേണം. മനസ്സിലായോ? ആ ഒരു അതെ. തിരിച്ചറിവ്. അതായത് ഞാൻ പറയുന്നത് ഞാൻ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു, ദൈവം മാത്രമാണ് എൻ്റെ ആശ്രയം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മളുടെ ആശ്രയം നമ്മളായിട്ട് മാറും, നമ്മുടെ ബുദ്ധിയായിട്ട് മാറും. നമ്മുടെ സമ്പത്ത്, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ സ്വാധീനം, നമ്മുടെ അധികാരം, നമ്മുടെ പാരമ്പര്യമൊക്കെ ആയിട്ട് മാറിയെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ വെറും കള്ളത്തരങ്ങളാണെന്ന് ആർക്ക് മനസ്സിലാവും? പിശാചിന് മനസ്സിലാവും, അല്ലെ? അപ്പൊ അതെ. അതിന് വ്യക്തതയോടുകൂടെ ആയിരിക്കും ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് അതിൽ നിലപാട് ഉറപ്പിച്ച് നിൽക്കണം. നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിന് എത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ക്ലെയിം ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പറഞ്ഞ വാക്ക് എനിക്ക് അനുഗ്രഹമായിട്ട് മാറുള്ളൂ. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഗ്രേസി പൗലോസ് വായിക്കും. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്റെ പരിശുദ്ധമ്മ പറയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോ പരിശുദ്ധ അമ്മയുടെ ആനന്ദവും ആത്മാവും ഒക്കെ എവിടെയാണ് ജീവിച്ചിരുന്നത്? ആ ദൈവത്തിൽ മാത്രമാണ്. മറ്റൊന്നിലേക്കും ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും അമ്മയുടെ കണ്ണിലും കാതിലും ഹൃദയങ്ങളിലും ഒക്കെ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിലൊന്നും സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത വിധം അത് വേര് പിടിച്ച ഒരു വ്യക്തിത്വമായി പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മുമ്പിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഈ ഭൂമിയിൽ അന്നും ഇന്നും നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോ അമ്മ അന്നും പറയുന്നത് ഇന്നും പറയുന്നത് ഒന്ന് തന്നെയാണ്. ദൈവത്തില് നമ്മളെല്ലാവരും ആനന്ദം കണ്ടെത്തണം. ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവണം? ദൈവത്തില് നമുക്ക് എന്തുണ്ടാവണം? ദൈവത്തിൽ പ്രത്യാശ വേണം, വിശ്വാസം വേണം, സ്നേഹം വേണം. അങ്ങനെയുള്ള നമുക്ക് നമ്മളുടെ ആത്മാവിനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവിക കൃപകളുടെ കലവറയില് ഈ അമ്മയോട് ചേർന്ന് നമുക്ക് നിൽക്കുമ്പോൾ എല്ലാത്തിന്റെയും ഉത്തരം അമ്മയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളോടും അത് തന്നെ പറയാം. വചനം വായിക്കുന്ന ഓരോരുത്തരോടും ആരാ സംസാരിക്കണത്? ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. കാരണം ആത്മാവാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളോട്, ആ ആത്മാവ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലോ ഒന്നിനും മുട്ടോ തട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എത്രത്തോളം അതിൽ ലൈഫ് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, അല്ലേ? ഉണ്ടോ?
എല്ലാം ചിലപ്പോ ഉണ്ടാവാം. അതെല്ലാം നമുക്കറിയാലോ. ഏദൻ തോട്ടത്തിൽ എന്തെങ്കിലും തട്ടുമുട്ടും ഉണ്ടായോ? എന്തെങ്കിലും കുറവുണ്ടായോ? ഇല്ല. ഒരു കുറവും ഉണ്ടായില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ട് റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞാല് എന്താണ്? അവരോട് പറയുന്ന കാര്യങ്ങളില് അവർക്ക് അതിൽ നിലനിൽക്കാൻ പറ്റാത്ത വിധം അവരൊരു പ്രലോഭനത്തിൽ പെട്ടുപോയി. ഇത് തന്നെയാണ് നമുക്ക് എല്ലാം തരും. തന്ന ആ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളെ കടന്നു പോകുന്ന പ്രലോഭനത്തെ നമ്മള് ഇത് ചെയ്യണം. അതിജീവിക്കണം. ഇപ്പൊ നമുക്ക് സമ്പത്ത് തന്നു. സമ്പത്ത് ദൈവം വിചാരിക്കുകയാണ് അത് മതി, ഇവര് അനുഭവിച്ചത് മതി, ഇത്ര മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കർത്താവിന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കർത്താവ് പതുക്കെ പതുക്കെ വലിക്കാൻ തുടങ്ങും, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ബാങ്കിൽ 1,00,000 രൂപ ഇടുകയാണ് ബാങ്കില്. അപ്പോ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, നമ്മൾ വിഡ്രോ ചെയ്യാൻ വരുമ്പോഴേക്കും ബാങ്കുകാർക്കൊരു മനസ്സിലൊരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. അവര് പറയും വിഡ്രോ ചെയ്യാനാണോ എന്ന് ചോദിക്കും. മുഴുവൻ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? ചോദിക്കോ? നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് ആണെല്ലാം, അല്ലെ? നമ്മുടെ സ്വാതന്ത്ര്യമാണെല്ലാം. പരിചയമുള്ള മുഴുവൻ എടുക്കണേണ്, എന്തിനാ അങ്ങനെ മുഴുവൻ എടുക്കണേന്നൊക്കെ ചോദിക്കും. വെറുതെ തമാശ രൂപത്തിലാണെങ്കിൽ അവരുടെ ഉള്ളില് ബാങ്കില് ക്യാഷ് വേണം, അല്ലെ? അവർക്ക് ബാങ്ക് എന്ന് പറഞ്ഞ റോളിങ്ങിന്റെ ഒരു വലിയൊരു സംരംഭമാണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മളുടെ ജീവിതത്തില് ദൈവകൃപയിൽ നിന്നും മാറി ജീവിച്ചു കഴിഞ്ഞാല് നമുക്കുണ്ടാകുന്ന അപകടം, നമുക്കുണ്ടാകുന്ന ശൂന്യത ഭയങ്കരമായിരിക്കും. ദൈവകൃപയിൽ നിന്നും നമ്മള് മാറി ജീവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിന്റെ കുറവുകളിൽ കൂടി ആയിരിക്കാം ചിലപ്പോ നമ്മുടെ ബലഹീനതയെ തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കുന്നത്. നമുക്ക് മക്കളുണ്ട്, മക്കൾ നല്ല നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് ജീവിച്ചു, നന്നായിട്ട് പഠിച്ചു, നല്ല ജോലിയായി, അവര് വെൽ സെറ്റഡ് ആയി. അതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അവരെല്ലാവരും നല്ല എല്ലാ മേഖലയിലും വളർന്ന് വലുതായി പന്തലിച്ച് അവർക്ക് നല്ല ജീവിതമായി. പക്ഷെ അവര് ദൈവകൃപയിൽ എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളൊരു വേദന ഒരു ദൈവകൃപയുള്ള മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു വേദനയൊന്നും ഇല്ലേ? ചേച്ചിക്ക് മാത്രമേ ഉള്ളോ? ഉണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റണില്ല. ഉണ്ട്. ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മള് അറിയാതെ ഈ ലോകത്തില് പെട്ടുപോകുന്നുണ്ടെന്ന് അത് നമ്മളെ തെളിയിക്കുന്നുണ്ട്. അപ്പോ ഇത് ദൈവം തരുന്നത് എപ്പോ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അതിന് ഇങ്ങനെ ജീവിതകാലം മുഴുവനും എന്താ പറയണത്, എല്ലാം തരും. പക്ഷെ നീ വിശ്വസ്തയോടുകൂടെ ആയിരിക്കുക. മരണം വരെ നീ വിശ്വസ്തതയുള്ളവളായിരിക്കുക, വിശ്വസ്തതയുള്ളവനായിരിക്കുക എന്ന് മാത്രമേ ഒരു കണ്ടീഷൻ ഉള്ളൂ. ഈ വിശ്വസ്തതയ്ക്ക് ലംഘനം വരാനായിട്ട് നമ്മളെ നേരിടുന്ന പ്രലോഭകൻ കാരണമാക്കാൻ ഒരുപാട് കാര്യങ്ങളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ഈശോ പ്രത്യേകമായി പറഞ്ഞ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥന, നമുക്കൊരു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ, അല്ലെ? നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന വളരെ കൃത്യതയുള്ള പ്രാർത്ഥനയാണ്. അതിലെല്ലാം ഉണ്ട്, അല്ലെ? ഒരു ജീവിതം, മരണം എല്ലാം ഉണ്ട്. പാപത്തിൽ വീണ് കഴിഞ്ഞാല് ആത്മാവ് മരണത്തിലോട്ട് വീണു കഴിഞ്ഞു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു ജീവിതം എങ്ങനെ തുടങ്ങണമെന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലുണ്ട്. എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ പ്രാർത്ഥനയിലുണ്ട്. എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ആ പ്രാർത്ഥനയിലുണ്ട്. അത് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അല്ലെ? ഇപ്പൊ അത് പറയാൻ നേരമില്ല അധികം. അതുകൊണ്ട് ഈശോ പറയുന്ന ഈ മറിയത്തിന്റെ സ്തോത്രഗീതത്തില് മറിയതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് എങ്ങനെ ജനിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും ആരുടെ കൂടെ ആയിരിക്കണമെന്നൊക്കെ വ്യക്തമായ അറിവുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾക്ക് സ്വാധീനങ്ങളുള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളൊരു ചില പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷെ
അവര് നമ്മളെ മനഃപൂർവ്വം തേച്ചു കൊണ്ടുപോകും, നമ്മളെ മനഃപൂർവ്വം അവഗണിച്ച് പോയിട്ടുണ്ട്. ഒരുപാട് നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കരുതുന്ന നമുക്ക് സ്വാധീനമുള്ള പലരും ചിലപ്പോ നമ്മളെ വളരെ നിരാശപ്പെടുത്തി കടന്നു പോകാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനെ മുകളില്, എല്ലാത്തിനെയും മുകളില് നിൽക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇപ്പോ പരാജയം വന്നാല് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാർ, ഇപ്പോ ഞാനൊരു വൈദികനെ ഭയങ്കര പ്രതീക്ഷയോടുകൂടെ സമീപിച്ചതാ. പക്ഷെ ആ വൈദികൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും അവഗണിച്ച് കളയുകയും ചെയ്തു. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം, ഇത്രയും കൃപയുള്ള ഒരു വൈദികനാണ്, എന്നിട്ട് ഇത്രയും നിസ്സാരയായ എന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെയൊക്കെ അവഗണിച്ച് കളയുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർക്കാർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയൊക്കെ എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് കുറെയൊക്കെ ചിന്തിക്കാം, എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. എന്റെ ബുദ്ധി, എനിക്ക് നിരാശ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നേരം ചിന്തിച്ച ദൈവകൃപ കൊണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ആരെയാണ് പ്രഘോഷിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ഇവർ അധ്വാനിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ദൈവകൃപയാല് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവം ഇവരിൽ കൂടി എന്നെ സഹായിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ പുറകെ പോകുന്നതിൽ എനിക്കൊരു ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ട് ഇവരെ സൃഷ്ടിച്ച്, ഇവരുടെ മുകളിൽ ഒരാളുണ്ടല്ലോ, എന്റെയും ഇവരുടെയും മുകളിലുള്ള ആളെ പിടിക്കാം, അതാണ് നല്ലത് എന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തോട് തന്നെ പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ആവശ്യപ്പെടുകയും അത് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം, മനുഷ്യൻ വളരെ ദുർബലനാണ്. പക്ഷെ അവന്റെ ശക്തി അവന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൽ കൂടിയാണ് പുറത്തേക്ക് വരണത്, അല്ലേ? ആണോ? അതെ അതെ മനുഷ്യൻ വളരെ ദുർബലനാണ്. പക്ഷെ അവന്റെ ഉള്ളില് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്, ലോകത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ലോകത്തെ ജയിച്ച ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു അറിവ്, അത് നമ്മളെ ഇരട്ടി മാൻ പവർ ഉള്ള, വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ വിശ്വാസത്തെ വളരെ ദൃഢമാക്കും, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും. അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോരുത്തരെയും നമ്മൾ കാണുന്നത്. പഴയ നിയമത്തില് ദൈവത്തെ നേരിട്ട് കാണാത്തവരൊക്കെ വിശുദ്ധ ജീവിതം നയിച്ച ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ അവരിലുള്ള ദൈവം, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, എസ്തേറിനെ വളർത്തിയ ആരാണ്? മൊർദെഖായി ദൈവത്തിന് വേണ്ടി ഒരേ ഒറ്റ നിലപാടോടുകൂടെ നിന്നതാണ്. അതുപോലെ സൂസന്ന, അതുപോലെ ദാനിയേല്, അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രവാചകര് മുഴുവനും ഒരുപാട് സഫറിങ്ങിൽ കൂടി കടന്നുപോയ എസ്തേർ, റൂത്ത്, പിന്നെ ആരാണ്, ഓബേദ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെ? വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്ത്. അങ്ങനെ നമുക്ക് പഴയ നിയമത്തില് അവരാരും ആരെ കണ്ടിട്ടില്ല? ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ കണ്ടത് അബ്രാഹവും മോശയൊക്കെയാണ്, അല്ലെ? അവർക്ക് ദൈവം അനുവദിച്ചത് കൊണ്ട് പക്ഷെ ഇവരോട് ചേർന്ന ജീവിതങ്ങളില് അവര് കൂടിയൊക്കെ കിട്ടിയ ഒരു വിശ്വാസത്തിന്റെ ഒരു തിരിവട്ടമാണ് ഇവരിലൊക്കെ നിലനിന്നത്. അപ്പോ ദൈവത്തിന്റെ കരുണ ലഭിക്കണമെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയബോധം എപ്പോഴും ഉണ്ടാവണം. ആശ്രയം എന്ന് പറഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു അടിയുറച്ച ചിന്ത നമ്മളെ ഉണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ മക്കൾ കൂടി തല്ലുപിടിക്കേണ്ടിയൊക്കെ വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒന്നും രണ്ടൊക്കെ പറഞ്ഞൊക്കെ നിൽക്കും, പിന്നെ അധികം ഒന്നും പറയാനുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ കർത്താവിലേക്ക് നോക്കും, കർത്താവെ ഒന്ന് സഹായിക്കണേ, ഇവരൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ നോട്ടത്തിൽ കൂടി, ആ പ്രാർത്ഥനയിൽ കൂടി അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ കർത്താവ് ഇവരിലുള്ള അന്നേരം ഉണ്ടായ ചിന്തയെ തന്നെ ആ നൊടിയിടയിൽ മാറ്റി അവർക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ചിന്തയോട് ഐക്യപ്പെടാനുള്ള ഒരു കൃപ കൊടുക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടു. പക്ഷെ അവരോട് ഞാനതൊന്നും പറയില്ല, കാരണം
അവരെക്കാൾ എന്താണ് എന്നേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും അവരെ തോന്നിയേക്കുന്നത്. നമ്മളെ ദൈവത്തിലേക്ക് ആശ്രയം, ദൈവ കൃപയിൽ ആശ്രയം നിലനിർത്തുവാനായിട്ട് ദൈവം എല്ലാ മേഖലകളെയും സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അതിനു വേണ്ടി ജാഗ്രത പുലർത്തണം. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം എഫേസ്യർ 4-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം. ദുരാശകളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു പോയ ബർത്തിമേയുസിന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടാണ് പോയത്, അല്ലെ? അപ്പൊ ആകെ ഉണ്ടായൊരു വസ്ത്രമായിരുന്നു അത്. പക്ഷെ അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്തില് പഴയ പാപാവസ്ഥകളുടെ എന്തുണ്ട്? അതിന്റെ സ്വാധീനമുണ്ട്, അല്ലെ? സ്വാധീനമുണ്ട്. നമുക്കറിയാം നമ്മളുടെ ചില വസ്ത്രങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചത് ഉപയോഗിക്കില്ല. എന്താണ് ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന ടവല്, തോർത്ത്, അതുപോലെ ബ്രഷ്, അതുപോലെ എന്താണ് അങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ്? അവരെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കില്ല, അതിന്റെ സ്വാധീനം ഉണ്ടാവും അതിൽ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വാധീനം, അതായത് പിന്നെ ചീപ്പ്, മുടി ഈരണ ചീപ്പ്, കാരണം അവരുടെ ഹെയറിലുള്ള ഇൻഫെക്ഷനോ താരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ബാധിക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധയാണല്ലോ ഭൗതിക കാര്യങ്ങളില്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ശ്രദ്ധയുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ പല പാപാവസ്ഥയിൽ നിന്നും നമ്മള് കുറച്ചുകൂടി രക്ഷപ്പെട്ടാന്. പല പാപങ്ങളെയും നമ്മള് വളരെ ലഘുവായിട്ട് ലഘുവായിട്ടല്ല, നമ്മൾ സൗകര്യപൂർവ്വം അവഗണിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു കാര്യം, ഇപ്പം ഞാനൊരു കാര്യം മക്കളോട് പറഞ്ഞു, പക്ഷെ ഞാൻ അനുസരിക്കേണ്ട സമയത്ത് ഞാനത് അനുസരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ വാല്യൂ പോയോ? വിലയില്ല. വിലയില്ല. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ മക്കളോട് ഞാൻ പറയുന്ന കാര്യങ്ങള് ഞാൻ അനുസരിക്കേണ്ട സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ എക്സ്ക്യൂസ് കാണിച്ച്, അപ്പൊ ഉള്ളിൽ നിന്ന് പറയും, നീ അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ ഭയങ്കര തിരക്കും ഭയങ്കര ഉത്സാഹവും, നീ അത് ചെയ്യുന്നുണ്ടോ? നീ അത് ചെയ്യുന്നില്ലല്ലോ, നീ അനുസരിച്ചില്ലല്ലോ, എനിക്ക് എന്ത് യോഗ്യത ഉണ്ടോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അനുസരിപ്പിക്കാനും? അപ്പൊ എനിക്ക് ആരോ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് പറയണായിട്ട് തോന്നും. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയണത്? നമ്മളുടെ പഴയ അവസ്ഥയിൽ ഒരു മാറ്റം ഇല്ലാട്ടാ, നീ പഴയ ആള് തന്നെയാണ്, ഒരു മാറ്റം ഇല്ല എന്ന് തെളിയിക്കുന്ന അവസരങ്ങളാണ്, അല്ലെ? അതുപോലെ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ദേഷ്യപ്പെടാതെ ഇരിക്കാനൊക്കെ പറ്റുമോ? ഇല്ല. നമ്മൾ സാധാരണ പച്ചയായ മനുഷ്യരാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലുള്ള ആള് പുറത്തു പോകും, അല്ലെ? നമ്മൾ പക്ഷെ വിശുദ്ധിയുടെ കൂടാരത്തിലോ അല്ലെങ്കിൽ രൂപക്കൂട്ടിലോ കയറിയിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മള് സാധാരണ ജീവിതമാണ്. പക്ഷെ നമുക്ക് ഉടനെ തന്നെ എന്തുണ്ടാവണം? ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം വേണം, ബോധ്യം ഉണ്ടാവണം. ഈ ദിവസങ്ങളിൽ എന്നോട് കൂടുതൽ, ഈ നോമ്പുകാലങ്ങളിൽ കൂടുതൽ എന്നോട് ഈശോ കൂടുതലായിട്ട് ഓർമ്മിപ്പിച്ചെന്ന ഒരു കാര്യമാണ്, പാപം ചെയ്യാം, മനുഷ്യനല്ലേ, പാപം ചെയ്യും. പാപത്തോട് കൂടുതൽ സ്വാധീനമുള്ള ഒരു ജീവിതമാണ് മനുഷ്യരുടേത്. ജീവിയാണ്. പാപത്തോട് മൃഗങ്ങൾക്ക് അത്രയില്ല. മൃഗങ്ങളെ ദ്രോഹിച്ചാൽ മാത്രമേ അതുങ്ങള് ദ്രോഹിക്കുള്ളൂ. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യര് ദ്രോഹിക്കാൻ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യര് ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, കൃപയുള്ള ജീവിതങ്ങൾക്ക് പാപത്തെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവും. ബോധം, അല്ലെ? ബോധം എന്ന് വെച്ചാൽ എന്താണ്? മറന്നു കിടന്ന ഏരിയയിലൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വരുത്തുന്ന ഒരവസ്ഥ. അതായത് ഞാൻ ചെയ്തു പോയ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മൂത്ത മോൻ ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പുറത്തൊക്കെ പോവും. പുറത്തുനിന്ന് വെച്ചാല് വൈകി കയറി വരല്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവരുടെ കൂട്ടുകാരെ കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കല് രാത്രിയാകുമ്പോൾ. പിന്നെ ഇവിടെ എറണാകുളമൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
ഉം. പക്ഷെ ഞാൻ പറഞ്ഞ നല്ല പ്രായത്തില് നടന്നേക്കുന്ന ശീലം നമ്മൾ അവരെ പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട. അപ്പൊ തന്നെത്താനെ ഇരുന്ന് പറയാണ്, എനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല ഹസ്ബൻഡ്, കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്ത അത്ര ഒന്നും ഇവര് ചെയ്യണമെന്നില്ല. ഞങ്ങൾ എന്തൊക്കെയാ അതെ ചെയ്ത് കൂട്ടിയേക്കണത്, എന്തൊക്കെ തന്നെത്താനെ ഇരുന്ന് പറയണ ക്രിസ്മസിന്, വിഷുവിന്, ഓണത്തിന്, അങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ അല്ലാത്ത ഈ വെക്കേഷൻ ടൈമില്, അങ്ങനെയുള്ള സമയങ്ങള് വെറുതെ നടക്കുമ്പോ ഇങ്ങനെ വെറുതെ കള കുത്തി നടന്ന സമയത്തൊക്കെ ചെയ്തു കൂട്ടിയത്. ഇപ്പൊ മക്കളെ പറഞ്ഞൊന്നും കാണിച്ചൊന്നും കൊടുക്കണ്ട, അവര് നാച്ചുറൽ ആയിട്ട് ആ ലൈഫിലേക്ക് തന്നെ അവരുടെ സമയത്ത് വരും. അപ്പോ അതെ മക്കൾക്ക് അതിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ അപ്പൻ അങ്ങനെ പോയിട്ടില്ലേ, പിന്നെ ഞങ്ങക്ക് പോയാൽ എന്താ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് അതെ അപ്പന് ചോദിക്കാനുള്ളൊരു വോയിസ് ഇല്ല. മനസ്സിലായോ? അപ്പൻ അങ്ങനെ പോയേക്കണുണ്ട്, അപ്പൻ പോയിട്ടില്ലേ, പിന്നെന്താ എനിക്ക് പോയാൽ എന്താന്ന് ചോദിക്കും എന്നുള്ളൊരു അതെ ഭയം കൊണ്ട് കൂടുതൽ ബലത്തോടുകൂടി ചോദിക്കാനുള്ള ഒരു ശക്തിയില്ല ആൾക്ക്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് നമുക്കുണ്ടാവുന്ന ബോധ്യം എന്താണ്, ഞാൻ അങ്ങനെ പോയത് കൊണ്ട് എന്താണ് അതിനപ്പുറത്ത് പോയില്ലെങ്കിൽ അതിശയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന ഒരു മേഖലയില് അതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ തെറ്റിൽ നിന്നുകൊണ്ട് മക്കളെ തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച്, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാല് മക്കളോടും കരുണ കാണിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് എല്ലാവരുടെയും ലൈഫില് അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ എന്റെ ലൈഫിലായാലും നമ്മുടെ എല്ലാവരുടെ ലൈഫിലായാലും ഞാനിപ്പോ മോശം കാര്യം ചെയ്തിട്ട് ഒരു സമയമാകുമ്പോ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ കട അവിടെ കിടക്കുകയാണ്, അല്ലേ? അതെ നമ്മൾ അതിനു വേണ്ടി പരിഹാരമൊന്നും ചെയ്തിട്ടില്ല. നമ്മളത് ഒരു ഒരു തീരുമാനം എടുത്തു, ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് മാത്രം തീരുമാനം എടുത്തു. ചെയ്തതിന് നമ്മൾ പരിഹാരം ചെയ്യണം. ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ട് അടുത്ത തലമുറ തലമുറയിലേക്ക് അത് കയറി ചാടി അതെ പിടിക്കും. അപ്പോ നമ്മള് അതിന് വേണ്ട വിധത്തില് ഒരു പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചു, നമ്മള് ആരെ കൊണ്ടെങ്കിലും നമ്മൾ ആരും ചെന്ന് പറയാം എന്നെ ചീത്ത വിളിക്കുക ആരും പറയണ്ട. കറക്റ്റ് സമയത്ത് ചീത്ത വിളി കേട്ടോളും. അപ്പൊ നമ്മള് ആലോചിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിരിച്ചു പോയി. ഒരു വീഡിയോ കണ്ടതാണ്. അത് അമ്മായിയമ്മ പുറത്തുനിന്ന് ഫോൺ വിളിക്കണായിരുന്നേ. അപ്പോ ഉം. മരുമോള് ഫോൺ വിളിക്കണ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവര് മോള് കയ്യിലെന്ന് വെച്ച അഴുക്ക് വെള്ളം ഇവരുടെ അമ്മായിയമ്മ, അത് വെറുതെ തമാശക്ക് വീഡിയോക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോ ഈ മരുമോള് അവരുടെ തലയിലോട്ട് ഒഴിച്ചു. കുറച്ചു ദിവസം മുന്നപ്പോഴേക്കും മരുമോള് താഴത്ത് നിന്ന് മുറ്റടിക്കണായിരുന്നു. അപ്പൊ അമ്മ മുകളിലിരുന്ന് തുണി വിരിക്കണായിരുന്നു. അപ്പൊ ബക്കറ്റിലെ വെള്ളം തലയിലോട്ട് ഒഴിച്ചു. അപ്പൊ ഇങ്ങനെ പകരത്തിന് പകരം വീട്ടി. അപ്പൊ അത് ക്ലെയിം ആയി, അല്ലെ? അതെ അപ്പൊ അവിടെ കൊണ്ട് കഴിഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. പക്ഷെ നമ്മള് മനസ്സിലാക്കണം, നമ്മൾക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്താ അവിടെ കടമായിട്ട് കിടക്കും, അല്ലെ? അതെ അതെ ആ അതെ പക്ഷെ അത് മരണം വരെ കടമായിട്ട് ചിലപ്പോ മുറിവുകളായിട്ട് വേദനയായിട്ടോ ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അടുത്ത തലമുറ കാത്തിരിക്കും അതിനെ കയറി പിടിക്കാൻ, അതിന്റെ പാപത്തിന്റെ സ്വാധീനത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകും. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ കാലങ്ങളെ കുറിച്ച് നമുക്കൊരു അത്യാവശ്യം ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാലങ്ങളിലുള്ള ജീവിതത്തിന്റെ മേല് പിശാചിന്റെ സ്വാധീനത്തെ നമ്മൾ അറുത്ത് കളയാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മള് സാധാരണ നോർമൽ മനുഷ്യർക്ക് വന്നൊരു അപകടം എന്ന് വെച്ചാല്, നമ്മള് എപ്പം മാനസാന്തരപ്പെട്ടു അന്ന് തുടങ്ങിയുള്ള ജീവിതത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുള്ളൂ. അതിന് പുറകിലുള്ള കാലങ്ങളെ കുറിച്ച് നമ്മൾ അനുദപിക്കുന്നില്ല, പരിഹാരം ചെയ്യുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, അവിടുന്ന് ഒരു പുതിയൊരു പ്രൊഡക്ഷൻ വരും. അടുത്ത തലമുറകളിലേക്ക്. അത് തലമുറകളുടെ വിശദീകരണം നടക്കാത്തതിന്റെ കാര്യം അതുകൊണ്ടാ. അപ്പോ നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ ലൗകിക ജീവിതങ്ങളോ സുഖജീവിതങ്ങളോ ഒക്കെ ആയി, പിന്നെ എപ്പോഴോ ഒരു മനസാന്തരം വന്ന് നമ്മള് അതിൽ നിന്നൊക്കെ ഉപേക്ഷിച്ചു. പക്ഷെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോ ഈ ലൗകിക സുഖങ്ങളും ജടിക താല്പര്യങ്ങളും ഒക്കെ നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചിരിക്കെ തന്നെ അവര് നമ്മുടെ പഴയ ജീവിതത്തിന്റെ
ഉടുപ്പെടുത്ത് അവര് മോശാവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങും. നമുക്കൊന്നും പറയാൻ പറ്റൂല. പറയാൻ പറ്റോ? ഇല്ല ഏ ഇല്ല ഇല്ല. കാരണം നമ്മൾ ചെയ്തു വെച്ചേക്കണ്ട പരിണിത ഫലത്തിന്റെ അടയാളമാണ് അത്. അപ്പോ ഇത് എന്താണ്? ആ ഒരു അവസ്ഥയെ എന്ത് മാറ്റണം? നമ്മൾക്ക് ഒരിക്കലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തില് നമ്മൾ അതിനെ വലിച്ചെറിഞ്ഞു കളയണം, അതിനെ വെറുത്തുപേക്ഷിക്കണം. അപ്പൊ നമുക്ക് ഉടനെ തന്നെ മക്കളിലും ആ ഒരു അനുഗ്രഹം കിട്ടും. എനിക്കൊരു പരിചയമുള്ള ഒരു ടീച്ചറിന് മക്കൾക്ക് കല്യാണത്തിന്റെ ഇതൊന്നും ആവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ടീച്ചറിന്റെ ലൈഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കൾക്ക് കല്യാണം ആയിക്കോളും ടീച്ചറിന്റെ ഈ വിഷമമൊക്കെ ആദ്യം മാറ്റണം. ടീച്ചറിന് ഒരു വലിയ ആന്തരിക മുറിവുണ്ട്. അപ്പോ അതൊക്കെ മാറിക്കഴിഞ്ഞാല് ടീച്ചറിന് അത് ശരിയായി വരും എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ലൈഫ് കുറച്ച് വിവരിക്കാൻ തുടങ്ങി. അപ്പോ പരസ്പരം ഉള്ളുകൊണ്ട് ഭയങ്കര ഒരു മനസ്സിലൊരു സ്നേഹക്കുറവും വെറുപ്പൊക്കെ ഉണ്ട്. എന്നാ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒരു വേദന ഉണ്ട്. അപ്പൊ ഒരു പഴയ ഒരു കുഞ്ഞിക്ക് അദ്ദേഹം പറഞ്ഞു എന്റെ കൂട്ടത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരുമിച്ച് ജീവിക്കുകയല്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് പരസ്പരം ഒന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രമേ അടുത്ത തലമുറയായ മക്കളിലേക്ക് ആ ഒരു അനുഗ്രഹം കിട്ടൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചു സംസാരിച്ചപ്പോ എന്തോ ഒരു ഭാരം വിട്ടുപോയ പോലെയാണ്. ഒരു സമാധാനം. ഇപ്പൊ ഞാനിപ്പോ 16 വയസ്സുള്ള ഒരു സ്ത്രീയെ പോലെയാണ്. അതുപോലെ ഭയങ്കര സ്നേഹമൊക്കെയാണ് ഞങ്ങൾ തമ്മില്. റിട്ടയർമെന്റ് ലൈഫാണ്, പക്ഷെ ആ ഒരു സ്നേഹത്തിലേക്ക് വരാൻ ദൈവം കൃപ കൊടുത്തു. പിന്നെ പറഞ്ഞത്, മക്കൾക്ക് കല്യാണമൊക്കെ ദൈവം തന്നെ നടത്തിക്കോളും, അതോർത്തിപ്പോ എനിക്ക് വിഷമമൊന്നുമില്ല. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, മക്കൾക്ക് കല്യാണം ആവണില്ല, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ കണ്ടോ, മനസ്സിന്റെ ആ ഒരു താളത്തിന്റെ മേലുള്ള നിരാശയുടെ അവസ്ഥയെ കർത്താവ് അത് ബലപ്പെടുത്തി. എന്ത് ചെയ്തിട്ടാണ്? പഴയ അവസ്ഥയെ ദൂരെ കളഞ്ഞു, വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയും അത് കുമ്പസാരത്തെ കൂടി അത് ഏറ്റുപറഞ്ഞ് ദൈവകരുണയ്ക്ക് വേണ്ടി ആശ്രയിക്കുകയൊക്കെ ചെയ്തപ്പോ അവരുടെ ആദ്യത്തെ ലൈഫിലേക്ക് ആ ഒരു സ്വസ്ഥവും സമാധാനവും സ്നേഹവുമുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം അനുവദിച്ചു. അപ്പോ ഇത് നമ്മള് ദുരാശകൾ എന്ന് പറഞ്ഞാൽ ആശകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒരിക്കലും അടക്കി വെച്ച് നിർത്താൻ പറ്റില്ല. ഇപ്പൊ കല്യാണം കഴിച്ച ആൾക്കാർക്കാണ് മറ്റു സ്ത്രീകളായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പലർക്കും ഒരു മോഹം കൂടുതൽ. അതൊരു പൈശാചികതയാണ്. പിന്നെ അങ്ങനെ ഈ ലോകത്തിന്റെ പല പല കലുഷിതമായ ദുഷ്ടാത്മാക്കള് ഏതെല്ലാം വിധത്തിൽ കുടുംബങ്ങളെ നശിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിശാചുക്കള് നോക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കണേന്ന് നല്ലത് ഒരു കുടുംബത്തെ നശിപ്പിക്കുകയാണ്, അല്ലെ? രാജ്യത്തെ നശിപ്പിക്കാൻ കുറച്ചും കൂടി പണിയെടുക്കേണ്ടി വരും, കുടുംബത്തെ നശിപ്പിക്കാൻ വലിയ പണിയൊന്നും എടുക്കണ്ട. കഴിഞ്ഞ അമേരിക്കയിലെ ഒരു വലിയൊരു നല്ലൊരു ഉദ്യോഗസ്ഥന് ഭാര്യയോടുള്ള സംശയം കൊണ്ട് ഭാര്യയെ കൊന്നു, മക്കളെയും കൊന്നു, ആത്മഹത്യ ചെയ്തു. എല്ലാ ജോലിയും കോടിക്കണക്കിന് വരുമാനവും ഉള്ള ഒരു വ്യക്തിയാണ്. ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. എല്ലാം മരിച്ചു, ചെറിയ കുഞ്ഞുങ്ങളാ. സംശയം, അനാവശ്യമായ സംശയം. കണ്ടോ, ഒരു കുടുംബം നശിഞ്ഞത് എത്ര പെട്ടെന്നാണ്. നോക്കി നിൽക്കെ തവിട് പൊടിയായി പോകുന്ന കുടുംബങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നത്. എന്തുകൊണ്ടാണ്? ഈ ദുരാശകളാല് മനുഷ്യന്റെ ഹൃദയം വെറുപ്പും വൈരാഗ്യവും കൊണ്ട് നിറയാണ്. അവസാനം മനുഷ്യരുടെ ഹൃദയങ്ങളെ അടക്കി ഭരിച്ച് അവന്റെ ദുഷ്ടതയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പന്തിനെ പോലെ തട്ടിക്കളിക്കുകയാണ് കുടുംബങ്ങളെയൊക്കെ. അപ്പൊ ഇത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു തിരിച്ചറിവ് വേണം. പഴയ പാപങ്ങൾ മൂലം നമ്മുടെ കുടുംബജീവിതത്തിന്റെ വേരുകളിൽ അവൻ കയറി പിടിക്കുന്ന ഓരോ അവസ്ഥ, നിശ്ചയം വരാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ പാപത്തിന്റെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംശയം വെറുതെ വരുന്നതല്ല, പല പല കാരണങ്ങൾ മൂലം, ഡിപ്രഷൻ മൂലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ മൂലം, അനാവശ്യമായ കാര്യങ്ങളിലുള്ള സ്വാധീനം മൂലം, പല പല കാരണങ്ങൾ കൊണ്ടും മനുഷ്യന്റെ ഹൃദയങ്ങളെ ദൈവം ഭരിക്കാതെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിശാചാണ്. ദൈവം ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ സമാധാനത്തിൽ നിർത്തും. പിശാച് ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം എങ്ങനെ നശിപ്പിക്കാമോ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും ആണ്. അപ്പോ നശിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അപ്പോ
ആദ്യം മോഷ്ടിക്കും, നശിപ്പിക്കും, പിന്നെ കൊന്നുകളയും. അതാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ ദൈവമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് എന്നും ഒരു എല്ലാത്തിന്റെയും നടുവില് ഒരു സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ഏറ്റുപറച്ചിൽ വേണം, അനുദപിക്കണം. പഴയ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാപങ്ങളിൽ പഴയ കാലങ്ങളിൽ എല്ലാവർക്കും ഒരു പാപത്തിന്റെ രഹസ്യ സ്വഭാവം ഉണ്ട്. അതെല്ലാം ദൈവത്തോടേറ്റ് പറയണം. ദൈവത്തോട്, മനുഷ്യരോടല്ല പറയേണ്ടത്. മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ മുഖത്ത് തന്നെ ചെളി വാരി തേക്കുന്ന പോലെ ആയിപ്പോവും. അപ്പൊ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവിയല്ല അറിയണം, അത് പല ചെവികൾ അറിയും ഒരേ സെക്കൻഡ് കൊണ്ട്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടാവായ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തോട് അത് ഏറ്റുപറയുമ്പോൾ അവിടെ എല്ലാം കർത്താവ് ഒരു വിടുതൽ തരും. അതിനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് ഈശോയുടെ കരുണയില് ആശ്രയിച്ച അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ നിന്നും